സണ്ണിക്കുട്ടി എബ്രഹാം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, സെപ്റ്റംബർ 15 നിയമസഭ ചേരാൻ പോവുകയാണ്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആയുധമാക്കും ഭരണപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മുകേഷിന്റെ പേര് പറഞ്ഞ് അവിടെ കേസുണ്ട്, കുറ്റപത്രമുണ്ട്, പ്രതിയാണ് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് അവധിയെടുത്ത് രാഹുൽ പോകുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതല്ലാതെയും ആലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് സണ്ണി വക്കീലിന്റെ വാക്കുകൾ നൽകുന്നത്. എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവധിയെടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. അയക്കെതിരായിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും പീഡനം അനുഭവിച്ച ആളുകളുടെ അല്ലെങ്കിൽ ദുരനുഭവം ഉണ്ടായ ആളുകളുടെ പരാതിയൊന്നും സർക്കാരിന്റെ മുമ്പിലില്ല. സർക്കാർ ഇപ്പോൾ സ്വമേധയാ ഒരു കേസെടുത്തിരിക്കുന്നു. അത് 5-6 പേരോട് വേറെ പരാതി എഴുതി വാങ്ങിയിരിക്കുന്നു. അവരാരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പരാതികളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരല്ല, പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തവരാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണമൊക്കെ നടക്കുമായിരിക്കും. അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് അവധി എടുത്തു പോകുന്നത്? അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് പാർട്ടി പോലുമല്ല തീരുമാനിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രതികൂലമായ എല്ലാ ഘടകങ്ങളെയും നേരിട്ട് കൊണ്ട് സഭയിൽ വന്ന് പങ്കെടുക്കുന്നതിന് ധൈര്യമുണ്ടെങ്കിൽ അയാൾ വരും, അയാൾ പങ്കെടുക്കും. സ്വാഭാവികമായിട്ടും ഭരണപക്ഷം ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പ്രതിരോധിക്കും, എതിർക്കും, അദ്ദേഹത്തെ പരിഹസിക്കും, കോൺഗ്രസിനെ പരിഹസിക്കും. അപ്പൊ വേറെ അപ്പുറത്ത് ഇരിക്കുകയല്ലയോന്നേ ഒരംഗം, ഒരു പ്രധാനപ്പെട്ട അംഗം, വെറുതെ ഒരു MLA എന്നല്ല, പാർലമെന്റിലേക്കൊക്കെ മത്സരിച്ച ഒരാൾ അവിടെ ഇരിക്കുകയല്ലോ മുകേഷ്. അദ്ദേഹത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വലിയ പ്രതിരോധം തീർക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇത് വളരെ സ്വാഭാവികമായി അത് കോൺഗ്രസ്സുകാർ എന്ത് നിലപാടെടുക്കുന്നുള്ളത് എല്ലാ വിഷയത്തിലും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത്. ധാർമ്മികതയുടെ ഒരു പ്രത്യേക അളവുകോലുണ്ട്. ആ അളവുകോലിൽ മുകേഷിന്റെ തീവ്രത വളരെ കുറവാണ്, രാഹുലിന്റെ തീവ്രത വളരെ കൂടുതൽ എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ കണ്ടുപിടുത്തം. ഞാൻ പറഞ്ഞല്ലോ, സജി ചെറിയാനുള്ള ആരാണെങ്കിലും നമുക്ക് ഓരോ കേസിന്റെയും ഗുരു ലഘുത്വം ഉണ്ട്, അതില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അതനുസരിച്ചാണല്ലോ നമ്മൾ ഓരോ കേസിന് ശിക്ഷ കിട്ടുന്നത് പോലും. വധശ്രമത്തിനുള്ള കേസല്ല, പിന്നെ ശിക്ഷയല്ലല്ലോ കൊലപാതക കേസിൽ കിട്ടുന്നത്. അതിന് വ്യത്യാസം വരും. പക്ഷെ ഇത് എങ്ങനെയാണ് തീവ്രത കൂടുതലായിരിക്കുന്നത് അല്ലെങ്കിൽ മുകേഷിനെ കുറഞ്ഞിരിക്കുന്നത് എന്ന് പറയണം. അതായത് മുകേഷിനെ പറ്റി ഒരു നടി പറഞ്ഞ വാചകം, അതെനിക്കിത് പിന്നെ സഹോദരി അപ്പുറത്തിരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള വാചകം പറഞ്ഞത് മാധ്യമങ്ങളിൽ വന്നതാ. നിങ്ങളിനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് സംബന്ധിച്ചൊരു വളരെ മോശപ്പെട്ട ഒരു അശ്ലീല പ്രയോഗം. അങ്ങനെ നടത്തിയ ഒരാളിന്റെ തീവ്രത എന്തുവാ കുറവും കൂടുതലും? അത് സജീറിയാൻ മാത്രമല്ല, CPM പണ്ടേ അങ്ങനെ പറഞ്ഞതാ. മുകേഷിന്റെ കാര്യത്തിൽ മാത്രമല്ല, മണ്ണാർക്കാട് MLA ശശിയുടെയും മറ്റും കാര്യത്തിൽ തീവ്രത കുറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ KTDCയുടെ ചെയർമാനാക്കിയത് അല്ലേ? അപ്പൊ അതിലൊക്കെ എന്ത് ന്യായമാവുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കാര്യത്തിൽ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ഈ ആക്ഷേപങ്ങൾ അത് ശരിയാണെങ്കിൽ അദ്ദേഹം അതിനുള്ള വില നൽകുക തന്നെ ചെയ്യേണ്ടി വരും. അദ്ദേഹത്തെ നാളെ കോൺഗ്രസിൽ നിന്ന് എന്നേക്കുമായിട്ട് ചിലപ്പോൾ പുറത്താക്കേണ്ടി വരും. അദ്ദേഹം രാജിവെക്കേണ്ടി വന്നേക്കാം. അതൊക്കെ രണ്ടാമത്തെ കാര്യം. നാളെ ഈ 15-ാം തീയതി നിയമസഭ തുടങ്ങുമ്പോൾ അയാൾക്ക് മാത്രം അദ്ദേഹത്തിൽ പ്രത്യേകിച്ചുള്ള ഒരു പിന്നെ അല്ലെങ്കിൽ എന്താ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു മിനിറ്റൂടെ ഒറ്റ മിനിറ്റൂടെ അതായത് സണ്ണി വക്കീല് പറഞ്ഞ ഒരു കാര്യം, അതായത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് CPM വലിയൊരു ഒച്ചപ്പാടുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാണ്. അതായത് അദ്ദേഹം ഇപ്പൊ പാർട്ടിയിലില്ല, പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിലുമില്ല, എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയില് സംരക്ഷിക്കും എന്ന് സണ്ണി വക്കീല് KPC പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മെമ്പർ അല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട്ടെ MLA ആണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സണ്ണി ജോസഫ് നമുക്ക് അനുവദിച്ച മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഭരണപക്ഷം ഇടതുപക്ഷം രാഹുലിനെ എതിർക്കുകയാണെങ്കിൽ കാര്യകാരണ സഹിതം പ്രതിരോധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും രാഹുലിനെ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല പാർട്ടി, കൂടെയുണ്ട് പാർട്ടി എന്നുള്ള സൂചന തന്നെയാണ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ.